ഇടുക്കി മൂന്നാർ ദേവികുളത്ത് കനത്ത മഴയിൽ കൽക്കെട്ട് തകർന്നു വീണു. അത് വീടിന്റെ മുകളിലേക്കാണ് വീണത്. ദേവികുളം സ്വദേശി വിൽസന്റെ വീടിനാണ് കേടുപാടുകൾ പറ്റിയത്. വീട്ടിലുണ്ടായിരുന്ന വിൽസന്റെ ഭാര്യയും കുട്ടിയും ഒക്കെ ഭയം കൊണ്ട് രക്ഷപ്പെട്ടു. അപകട സാധ്യത കണക്കിലെടുത്ത് മൂന്നാറിൽ വിവിധയിടങ്ങളിൽ നിന്ന് 25 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മൂന്നാർ ദേവികുളത്ത് 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ, ശക്തമായ മഴയിൽ ഇന്നലെ രാത്രി 9 മണിയോടെ ദേവികുളത്ത് വിൽസൺ എന്നയാളുടെ വീട്ടിലേക്ക് അതിന് തൊട്ട് സമീപത്തായി ഉണ്ടായിരുന്ന കൽക്കെട്ടിടിഞ്ഞു വീണതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വിൽസന്റെ വീടിന്റെ അടുക്കളയായിരുന്നു. ഈ അടുക്കള ഭാഗത്ത് ഈ കൽക്കെട്ടിടിയുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. വലിയ പാറക്കെട്ടുകളാണ് ഈ അടുക്കള ഭാഗത്തേക്ക് വീണത്. ചുവര് തകർന്നാണ് ഉള്ളിലേക്ക് ഇപ്പോൾ വീണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വീടിന്റെ ഒരു പിൻഭാഗത്തെ ഭിത്തി പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ സമയം വിൽസന്റെ ഭാര്യ ജാൻസി അടുക്കളയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതിനാൽ ആണ് വലിയൊരു അപകടം ഒഴിവായത്. ഇന്നലെ നൈറ്റ് ഒരു 9-9:30 ആയപ്പോൾ നാണും കൊച്ചും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം. അവിടുന്ന് ഓടി വന്നപ്പോൾ തന്നെ മൊത്തം പോയി. അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങൾ പുറത്തേക്ക് പോയി. ആ സമയത്ത് നമുക്ക് പവറില്ല, വീട്ടിൽ പവർ ഉണ്ടായിരുന്നില്ല, ഒന്നും. മഴ ഭയങ്കര മഴയായിരുന്നു. നാണും കൊച്ചും പുറത്തേക്ക് ഓടിപ്പോയി. കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇവിടെ സമീപത്തുള്ള കോളനിയിൽ മണ്ണിടിച്ചില് മാല എന്ന സ്ത്രീ മരിക്കുന്നത്. മണ്ണിനടിയിൽപ്പെട്ടാണ് ശ്വാസം മുട്ടി മരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വീണ്ടും സമീപത്ത് തന്നെ മണ്ണിടിച്ചിലുണ്ടായത്. വിവിധ മേഖലകളിൽ 25ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലകളിലേക്ക് പോകുന്നതിന് കർശനമായ നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാർ ദേവികുളത്തു നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.